ഒരാഴ്ച മുൻപാണ് മുറിവാലൻ കൊമ്പനും ചക്കക്കൊമ്പനും തമ്മിൽ ചിന്നക്കനാലിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഈ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് മുറിവാലന്റെ പിൻഭാഗത്തായി മുറിവേറ്റത്. ആ ഷീറ്റിട്ട് മൂടിയിരിക്കുന്ന ഭാഗത്താണ് ആ മുറിവുള്ളത്. നട്ടലിന് വശത്തായി വാലിന് സമീപത്തുള്ള ആഴത്തിലുള്ള മുറിവിന് ശേഷമാണ് മുറിവാലൻ കൊമ്പൻ അവശനായി തുടങ്ങിയത്. കഴിഞ്ഞ 3 ദിവസമായി RRT സംഘം ഈ കാട്ടാനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാവിലെ ഇവിടെ ചിന്നക്കനാൽ വിലക്കിന് സമീപമുള്ള 60 ചോല എന്ന് പറയുന്ന ഭാഗത്ത് ഈ ആനയെ വളരെ അവശ നിലയിൽ കണ്ടെത്തിയത്. സ്വന്തമായി വെള്ളം കണ്ടെത്താനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ഈ ആനയെ ഇന്നലെ കണ്ടെത്തിയത്. അതിനോടൊപ്പം ഈ അവശ നിലയിലേക്ക് വീണപ്പോൾ ഉണ്ടായ ഒരു ആഘാതത്തിൽ ആനയുടെ മുൻകാലും അനക്കമറ്റ നിലയിലായിരുന്നു. അതിനെ തുടർന്ന് തേക്കടിയിൽ നിന്നും ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ആനയ്ക്ക് ചികിത്സ നൽകി. മുറിവിൽ നിന്നുണ്ടായ അണുബാധ കുറയാനുള്ള ചികിത്സയാണ് നൽകിയത്. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ആനയ്ക്ക് നൽകിയെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിനുശേഷം വനംവകുപ്പ് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘത്തെ ആനയുടെ ചികിത്സയ്ക്കായി നിയോഗിച്ചിരുന്നു. ഇന്ന് ആനയുടെ ചികിത്സ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പാനൽ ഏറ്റെടുക്കാനിരിക്കെയാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ മുറിവാലൻ കൊമ്പന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഏതായാലും ആന നിലവിൽ ചരിഞ്ഞു. ആനയ്ക്ക് ചിന്നക്കനാലിലുണ്ടായിരുന്ന അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, ഈ 3 കൊമ്പന്മാരുടെ പേരുകൾ കേരളക്കരയ്ക്ക് ആകെ പ്രസിദ്ധമായിട്ടുള്ള പേരുകളാണ്. കാരണം നിരവധി തവണ ജനവാസ മേഖലയിൽ ഇറങ്ങുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും പലപ്പോഴും മനുഷ്യജീവനുകൾ കവരുന്ന ഒരു സാഹചര്യം ഒക്കെ ഈ ആനകൾ മൂലം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ അരിക്കൊമ്പനെ റീലൊക്കേറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ശേഷിച്ചിരുന്ന 2 കൊമ്പന്മാരാണ് ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും. ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് മുറിവാലൻ കൊമ്പൻ. ചക്കക്കൊമ്പനുമായി നിരന്തരം പല സ്ഥലങ്ങളിൽ വെച്ചും ഏറ്റുമുട്ടൽ ഉണ്ടാകുമായിരുന്നുവെങ്കിലും ഗുരുതരമായ ഒരു പരിക്കേൽക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഏറ്റുമുട്ടലിൽ വളരെ ആഴത്തിലുള്ള ഒരു മുറിവ് ഈ ആനയ്ക്ക് ഏൽക്കുന്നത്. ഇന്നലെ തന്നെ വളരെ വിപുലമായ ഒരു പരിശോധന ആനയ്ക്ക് നൽകിയ ശേഷം കൃത്യമായ മരുന്നുകളൊക്കെ തന്നെ വനംവകുപ്പ് ആനയ്ക്ക് നൽകിയെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോട് കൂടി തന്നെ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് വളരെ പ്രയാസപ്പെട്ട ഉള്ളൊരവസ്ഥയിലേക്ക് ആന മാറിയിരുന്നു. ഇന്നലെ പുറത്തുനിന്നും വണ്ടിയിൽ കുടിവെള്ളം എത്തിച്ച് ഓസ് വഴിയാണ് ആനയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ തന്നെ ആന വളരെയധികം അവശനായ ഒരു നിലയിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ ആന ചരിഞ്ഞത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നമുക്ക് വനംവകുപ്പ് നൽകുന്നത്. വയനാട്ടിൽ നിന്നും ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പാനൽ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ കൂടി എത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.